ബംഗാളിൽ ബി.ജെ.പി. സർക്കാരിനെ അട്ടിമറിക്കാൻ വലിയ മുസ്ലിം കലാപം ആരംഭിച്ചു. ബംഗാളിലെ പ്രശസ്തമായ പാർക്ക് സർക്കസ് മേഖലയിൽ 7 പോയിൻറ്റ് ക്രോസിൽ ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ തടിച്ചുകൂടി റോഡ് ഉപരോധിച്ചു. സമീപത്തുണ്ടായിരുന്ന പോലീസിൻ്റെയും CRPFിൻ്റെയും വാഹനങ്ങൾ ആക്രമിച്ചു. പോലീസുകാർക്ക് പരിക്ക് പറ്റി. വലിയ സംഘർഷമായി. പോലീസ് ലാത്തിച്ചാർജ് നടത്തി. അപ്പോൾ അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ബംഗാൾ സർക്കാർ സുവേന്ദു അധികാരി വന്നതിന് ശേഷം 2-3 പ്രധാനപ്പെട്ട തീരുമാനങ്ങളെടുത്തു. ഒന്ന്, മോസ്കുകളിലെ കോളാമ്പി മൈക്ക് ഉച്ചഭാഷിണി ശബ്ദം കോമ്പൗണ്ടിന് പുറത്ത് കയറാൻ പാടില്ല. രണ്ടാമത്തത്, പൊതുനിരത്തിൽ നമാസ് അനുവദിക്കില്ല. പൊതുനിരത്തിൽ നമാസ് വിലക്കിയത് ഉൾപ്പെടെയുള്ള തീരുമാനങ്ങളിൽ പ്രതിഷേധിച്ച് ആണ് ഈ ജനം തടിച്ചുകൂടിയത്. അതോടൊപ്പം തന്നെ കൊൽക്കത്തയുടെ പല ഭാഗത്തും പൊതുനിരത്ത് കയ്യേറി ഉണ്ടാക്കിയിരുന്ന അനധികൃത നിർമ്മാണങ്ങൾ പൊളിക്കുന്ന പരിപാടിയും സർക്കാർ ആരംഭിച്ചു. അതാണ് വലിയ സംഘർഷമുണ്ടാക്കിയത്. ബോലോ തക്ബീർ വിളിച്ച് ആയിരക്കണക്കിന് ആളുകളാണ്. വളരെ പ്രശസ്തമായ സ്ഥലമാണ് ഈ പാർക്ക് സർക്കസും അവിടുത്തെ 7 പോയിൻറ്റ് ക്രോസ് എന്ന് പറയുന്നത്. അവിടെ തടിച്ചുകൂടി അക്രമാസക്തരായി തക്ബീർ വിളികളോടെ പോലീസിനെ ആക്രമിക്കുന്നു, CRPFിനെ ആക്രമിക്കുന്നു, വാഹനങ്ങൾ തകർത്തു. 10ഓളം CRPF ഭടന്മാർക്ക് പരിക്കുണ്ട്. ഇത്രയൊക്കെ സംഭവിച്ചു. നമ്മുടെ നാട്ടിൽ ഒരൊറ്റ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സുവേന്ദു അധികാരി വളരെ ശക്തമായി പ്രതികരിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞു, കാശ്മീരിൽ ഞങ്ങൾ കൈകാര്യം ചെയ്തു. പിന്നെയാണ് കൊൽക്കത്ത. അതുകൂടാതെ കേന്ദ്ര സർക്കാരിനോട് 40 കമ്പനി CRPFിനെ അധികമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബംഗാൾ മുഖ്യമന്ത്രി. പശ്ചിമ ബംഗാളിൽ ഇങ്ങനൊരു സംഭവം നടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ മാധ്യമങ്ങൾ മിണ്ടുന്നതേയില്ല. കാരണം അവിടെ ഇത്തവണ കലാപം നടത്തിയിരിക്കുന്നത് മുസ്ലിം വേഷധാരികളും നാമധാരികളും ആയ ആളുകൾ തക്ബീർ വിളികളോടെയാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ അധികാരം കിട്ടിയപ്പോൾ BJPക്കാർ തൃണമൂലുകാരെ തല്ലുന്നു എന്നൊക്കെ വാർത്ത ഇവിടെ കൊടുത്തിരുന്നു. 15 വർഷം അവർ വാങ്ങിച്ചത് ചിലരതൊക്കെ സ്വാഭാവികമായി തിരിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു മതത്തിൻ്റെ പേരിൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അട്ടിമറിക്കാൻ, അതായത് ഞങ്ങൾ പൊതുനിരത്തിലും നമാസ് നടത്തും, നിസ്കരിക്കും, അത് തടയാൻ ആരാടാ ഈ സുവേന്ദു എന്ന് ചോദിച്ചാണ് ഇപ്പോൾ കലാപം ഉണ്ടായിരിക്കുന്നത്. ദേശീയ മാധ്യമങ്ങളിലെ വലിയ വാർത്തയാണ്. അപ്പോൾ ഏതായാലും പശ്ചിമ ബംഗാൾ സർക്കാരിന്, BJP സർക്കാരിന് സുവേന്ദു അധികാരിക്ക് സുഗമമായി ഭരിക്കാൻ കഴിയില്ല എന്ന് കരുതുന്നുണ്ടോ? പക്ഷേ ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്നത് വളരെ ഒരു ആസൂത്രിതമാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു. ആസൂത്രിതമാണെങ്കിലും അല്ലെങ്കിലും ഒരു തുടർച്ചയാണ് ഈ സാധനം. നമ്മൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നമ്മളെപ്പോഴും കേൾക്കാറുള്ള സാധനമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നമ്മുടെ മഹാത്മാഗാന്ധി നവോഖാലി ഗ്രാമങ്ങളിലൂടെ നടന്ന് പോയി അവിടെ ആ ചോര പുഴയൊഴുകി അതിലൂടെ നടന്ന് അവിടെ പോയി അദ്ദേഹം സമാധാനം സ്ഥാപിക്കുകയായിരുന്നു. സമാധാനത്തിൻ്റെ ഭാഷ സംസാരിച്ച് ജനങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരുമായിരുന്നു ഇത്. അതേപോലെ തന്നെ നമ്മൾ ബംഗാൾ വിഭജനം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും പിന്നെ ബംഗാളിൻ്റെ ഒരു ചരിത്രമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടെ വേണം നമ്മൾ ഈ ഒരു സംഭവത്തെ ഇപ്പോഴും കാണാനായിട്ട്. അതിൻ്റെ ഒരു പ്രത്യാഘാതങ്ങളും അതിൻ്റെ തുടർച്ചയും ഇടക്കാലത്ത് ചില ഗ്യാപ്പുകളാണ് വരുന്ന സാധനം. മറ്റേ മുൻപൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദുർഗാപൂജ കഴിഞ്ഞിട്ട് 80കളിലൊക്കെ ഭയങ്കരമായ സംഘർഷം ഉണ്ടാവാറുണ്ടായിരുന്നു. ദുർഗാപൂജ കഴിഞ്ഞിട്ട് ഈ വിഗ്രഹങ്ങൾ കൊണ്ട് കടലിൽ പുഴയിലൊക്കെ നിമജ്ജനത്തിന് പോകും. അപ്പോൾ അന്ന് രീതി പറഞ്ഞ പോലെ പള്ളികളുടെ മുമ്പിലൂടെ പോകുന്ന സമയത്ത് മോസ്കുകളുടെ മുമ്പിലൂടെ പോകുന്ന സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ അടുത്ത മമതയുടെ കാലത്തും ഉണ്ടായിട്ടുണ്ട്. മമത കാലത്ത് ദുർഗാപൂജയൊക്കെ നിരോധിച്ചു എങ്കിലും ആ സമയത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ബംഗാൾ അറ്റ്മോസ്ഫിയറിൽ, ബംഗാൾ സാഹചര്യത്തിൽ എപ്പോഴും നിലനിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് ഈ ഹിന്ദു മുസ്ലിം സംഘടനം എന്ന് പറയുന്ന സംഘടന. അപ്പോൾ ആ ഒരു സംഗതിയിലാണ് ഇപ്പോൾ ബംഗാളിൽ ആദ്യമായിട്ട് ഇപ്പോൾ BJP സർക്കാർ അധികാരത്തിൽ വന്നത്. അല്ല, ഇതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ബംഗാളിൽ ഭരണമാറ്റം ഉണ്ടായതിനു ശേഷം വലിയ പ്രക്ഷോഭം നടക്കുന്നത് എവിടെയാണെന്ന് അറിയുമോ? ബംഗ്ലാദേശിലാണ്. ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ ബംഗാളിനോട് ചേർന്നുള്ള അതിർത്തി ഗ്രാമങ്ങളിലൊക്കെ, ബംഗ്ലാദേശിലെ ഗ്രാമങ്ങളിലൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ MP-മാരാണ്. അതെ. അപ്പോൾ അതുകൊണ്ട് സിറ്റുവേഷനാണ്. ബംഗ്ലാദേശുമായിട്ട് പിന്നെ വേർപെടുത്തിക്കൊണ്ട് നമുക്ക് ബംഗാളിനെ കുറിച്ച് അവിടെ വലിയ പ്രകടനം നടക്കുന്നു. സുവേന്ദു അധികാരിയെ കൊന്ന് കുഴിച്ചു മൂടും എന്ന് പറഞ്ഞിട്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ അവിടെ പ്രകടനം നടത്തുന്നത്. ഞങ്ങൾ കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഞങ്ങൾ അങ്ങോട്ട് കയറി വന്നിട്ട് പിടിച്ചെടുക്കും പശ്ചിമ ബംഗാളിനെ എന്നൊക്കെ പറഞ്ഞ് പ്രകടനം നടക്കുന്നു. പശ്ചിമ ബംഗാളിലെ ഭരണം പോയതിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് ബംഗ്ലാദേശികളാണ്. അങ്ങനത്തെ ഒരു സിനാറിയോ കൂടിയുണ്ട്. അല്ല, തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ തന്നെ SIR വന്നപ്പോഴത്തേക്ക് അതിനകത്ത് നിന്ന് തന്നെ 82 ലക്ഷത്തിൽ, പറഞ്ഞാൽ 80-80 ലക്ഷത്തിൽ ആൾക്കാർ അതിനകത്ത് നിന്ന് പോയി കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും
ധാരാളം ബംഗ്ലാദേശികൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചില അറസ്റ്റുകൾ നടക്കാറുണ്ട്. അപ്പോൾ ചില കടകളിലൊക്കെ അവർ പോയിട്ട് ഈ സാധനങ്ങൾ വാങ്ങിയിട്ട് എത്ര ഢാക്ക എന്നറിയാതെ ചോദിക്കും. ഢാക്ക എന്ന് വെച്ചാൽ ബംഗ്ലാദേശിൽ കറൻസിയാണ്. ഇത് ചോദിച്ചു കഴിഞ്ഞ് ചിലപ്പോൾ അവർക്ക് പിടികിട്ടി കഴിഞ്ഞാൽ അവർ അപ്പോഴേ മുങ്ങിക്കളയുള്ളൂ. സാധനം വാങ്ങാതെ തന്നെ മുങ്ങിക്കളയും. അപ്പോൾ അത് നമ്മുടെ കേരളത്തിൽ തന്നെ യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ ഇപ്പോൾ വരുന്ന ബംഗാളികളുടെ പിന്നെ അഡ്രസ്സ് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും മുർഷിദാബാദാണ്. അതായത് വളരെ ഒരു നല്ല ശതമാനം ബംഗ്ലാദേശികൾ, വിശേഷിച്ച് ബംഗ്ലാദേശിൽ നിന്ന് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. അവർ പശ്ചിമ ബംഗാളിലുമുണ്ട്, അവിടെ നിന്ന് ഈ മുർഷിദാബാദ് വിലാസത്തിൽ കേരളത്തിലുമുണ്ട്. അപ്പം മമതാ ബാനർജിയുടെ വോട്ട് ബാങ്കിൻ്റെ വലിയൊരു പിന്നെ ഒരു അംശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റ മുസ്ലിംസ് തന്നെയാണ്. അപ്പോൾ ഇപ്പം BJPയുടെ ഒരു തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായിരുന്ന ഒരു മെയിൻ അജണ്ട എന്ന് പറയുന്നത്, ഇപ്പം പ്രൈം മിനിസ്റ്റർ പോലും വന്ന് പ്രസംഗിച്ച സംഗതിയാണ്, ബംഗ്ലാദേശിലുണ്ടെങ്കിൽ ബാഗുകളൊക്കെ തയ്യാറാക്കി വെച്ചോളൂ, തിരിച്ച് ബംഗ്ലാദേശിലേക്ക് പോകും. അല്ല, ഈ പാർക്ക് സർക്കസിലെ കലാപം കഴിഞ്ഞതിന് ശേഷം സുവേന്ദു നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു, കണ്ടുപിടിച്ചു, ഡിലീറ്റ് ചെയ്തു വോട്ടർ പട്ടികയിൽ, ഇനി പുറത്താക്കിയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് ഈ അവിടെയുള്ള ബംഗാളി ഈ പറഞ്ഞതുപോലെ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ, ബംഗ്ലാദേശികളായിട്ടുള്ളവരുടെ ഇടയിൽ അതിഭയങ്കരമായ അസ്വസ്ഥതയും, കാരണം അവരവിടെ ജീവിതമൊക്കെ ഉണ്ട് സെറ്റിൽ ചെയ്ത അവസ്ഥയാണ്. വോട്ടവകാശം വരെ നേടി നിന്നിരുന്നതാണ്. വോട്ടവകാശം പോയി. അപ്പോൾ ഇനി അവിടെ അവർക്ക് പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ്. കാരണം ഒരു പക്ഷേ തലമുറകളായിട്ട് ഈ പറഞ്ഞതുപോലെ വന്നവരും ഉണ്ടാവും, ഈ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയ ആൾക്കാർ. ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റം നിരന്തരമായ അതിപ്പം CPM-ന്റെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. ഇപ്പം ഈ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പം ഈ നമ്മുടെ മമത അധികാരത്തിൽ നിന്ന് പുറത്തു പോയപ്പോഴത്തേക്ക് നമ്മുടെ CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി നമ്മുടെ MA ബേബി ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. 2011 മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ സാമൂഹ്യ വിരുദ്ധ സർക്കാർ അവിടെ വന്നതിന് ശേഷം എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് ആലോചിച്ചോളാം, 30 വർഷം അതിന് മുമ്പിരുന്ന് ആ ജനതയെ സാമൂഹ്യ വിരുദ്ധരാക്കിയത് CPM ആണ് എന്നുള്ളതാണ് അതിൻ്റെ രക്തച്ചു, അതിൻ്റെ പിന്നിലുള്ള സത്യം സമ്മതിക്കലാണ് അല്ലേ. അപ്പോൾ അങ്ങനെ സാമൂഹ്യ വിരുദ്ധരാക്കിയിട്ടുള്ള ഒരു ജനതയെ, അതല്ലെങ്കിൽ ആ ഒരു വിഭാഗം ജനതയെ, മുഴുവൻ ബംഗാളികളെ നമ്മൾ കുറ്റം പറഞ്ഞത് ശരിയല്ല, ഈ പാർട്ടി പറഞ്ഞാൽ എന്തും ചെയ്യുന്ന ഒരു വിഭാഗം ജനങ്ങളോട് ഓരോ തവണ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ഈ വീടുകൾ കത്തിക്കും. വീടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകരം കൊണ്ടുണ്ടാക്കിയ വീടുകൾ ആളുകളെ കൊന്നു കെട്ടിത്തൂക്കും. അതൊക്കെ സ്ഥിരം സംഭവമാണ്. അപ്പം ഈ പണ്ട് ചെയ്തിരുന്നത്, ഈ CPM ഭരിക്കുന്ന സമയത്ത് ചെയ്തിരുന്നത് CPM-കാരാണ് ചെയ്തത്. ആ CPM-കാരിൽ നല്ലൊരു ശതമാനം നേരെ പോയിട്ട് മമതയുടെ തൃണമൂലായി. അപ്പോൾ ആ നേരത്തെ തന്നെ സാമൂഹ്യ വിരുദ്ധരായിരുന്ന ഈ CPM-കാർ പിന്നെ മമതയുടെ കീഴിൽ വന്നപ്പോഴത്തേക്ക് അതിൽ ഇരട്ടിയോ അതിൻ്റെ 2 ഇരട്ടിയോ 3 ഇരട്ടിയോ സാമൂഹ്യ വിരുദ്ധരായി മാറി. അങ്ങനെ പിന്നീട് മമത ചെയ്തത്, ഈ CPM അവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു പാർട്ടി സംവിധാനമുണ്ട്, ആ സംവിധാനത്തെ എല്ലാം ഫ്രാഞ്ചൈസി മോഡലാക്കി. അതായത് ഒരു ഫ്രാഞ്ചൈസി, ഒരു ഷാനവാസ് ഖാൻ ഒരിടത്ത് 24 പറഞ്ഞ അയാൾക്ക് ഇഷ്ടമുള്ള എന്തും ചെയ്യാം, ഒറ്റ കാര്യമുള്ളൂ, അവിടെ നിന്നുള്ള ജനപ്രതിനിധിയെ ഇങ്ങോട്ട് കൊടുത്തേക്കണം. അപ്പോൾ ഇയാൾ പറയുന്നതിനനുസരിച്ച് മാത്രമേ, ഒരു നാട്ടു രാജാക്കന്മാരെ വാഴിക്കുന്നത് പോലെ, നാട്ടു രാജാവും അല്ലെന്നേ, നാട്ടുഗുണ്ട, രാജാവുണ്ടാണ് അവിടെ തീരുമാനിക്കുന്നത്. അയാൾ എന്തും ചെയ്യും, ആർക്കും ഒന്നും അയാൾക്കെതിരെ മിണ്ടാൻ പറ്റില്ല. കാരണം ബ്രാൻഡ് നെയിം തൃണമൂല് മമത, അതുകൊണ്ട് നീതി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു കൾച്ചറിലേക്ക് മാറി. അതാണ് ഈ CPM-ന്റെ ഭരണത്തിൽ നിന്ന് മമതയിലേക്ക് വന്നപ്പോഴത്തേക്ക്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റം, വോട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ള രീതിയിൽ ധാരാളം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പം നമ്മൾ ഈ കാണുന്നൊരു സംഗതി. അതിനകത്ത് ഈ പറഞ്ഞതുപോലെ, സുനിൽ പറഞ്ഞതുപോലെ, ബംഗ്ലാദേശിനെ സംബന്ധിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പോൾ ബംഗ്ലാദേശിലേക്ക് ചെല്ലുകയാണെങ്കിൽ അവരും ഒരു അപ്പുറത്തെ രോഹിംഗ്യൻ അഭയാർത്ഥികൾ 5 ലക്ഷം കിടപ്പുണ്ട് അവിടെ, ഈ മറ്റേ മ്യാൻമാറിൽ. അപ്പോൾ അവർക്ക് തന്നെ നിവൃത്തിയില്ലാത്തൊരവസ്ഥയാണ്. ബംഗ്ലാദേശിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പരിതാപകരമാണ്, ഇപ്പോഴത്തെ ഈ പാകിസ്ഥാൻ്റെ കാര്യം പറഞ്ഞതുപോലെ. അപ്പോൾ ഈ ഒരു സമൂഹവും കൂടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർക്കുണ്ടാകാവുന്ന ഒരു സാമൂഹികമായ സമ്മർദ്ദമുണ്ട്. അപ്പോൾ അതിനെ ഒരു ദേശീയ വിഷയമോ അന്തർദേശീയ വിഷയമോ ആക്കി മാറ്റുക. ബംഗാളിലെ വിഷയത്തെ ഒരു കമ്മ്യൂണൽ റൈറ്റിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണൽ ക്ലാഷിൻ്റെ ഇതിലേക്ക് കൊണ്ടുവരുന്നു. അതിനെ ഒരു അന്തർദേശീയ വിഷയമാക്കി മാറ്റുക എന്നുള്ള ഒരു സംഗതിയാണ് ഇപ്പോൾ അവരുടെ മുമ്പിലുള്ള ഒരു അജണ്ടയെന്ന് പറഞ്ഞത്. അതിലൂടെ തങ്ങൾ ഈ പറഞ്ഞതുപോലെ വിദേശ രാജ്യങ്ങളുടെയും മറ്റുമൊക്കെയുള്ള ശ്രദ്ധ പിടിച്ചു പറ്റി
അത് ആ ഒരു അന്താരാഷ്ട്ര വിഷയമാക്കി ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ളൊരു സംഗതി. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സുവേന്ദു അധികാരിക്ക് പറ്റിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഡീൽ ചെയ്ത് ശരിയായ നടപടിയല്ല എന്നുള്ള അഭിപ്രായമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഇപ്പം ഈ പറഞ്ഞതുപോലെ ഏത് സംഭവം നമ്മൾ ഒറ്റയടിക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സാമൂഹിക ആഘാതങ്ങൾ നോക്കണം. ഇപ്പോൾ പെട്ടെന്ന് അവർക്ക് അവർക്ക് ടൈം കൊടുക്കുക, ടൈം കൊടുത്തിട്ട് ഈ പറഞ്ഞതുപോലെ നിയമങ്ങൾ പാലിക്കാനായിട്ട് നമുക്ക് നാട്ടിൽ നിയമങ്ങളുണ്ട്, മൈക്ക് കെട്ടുന്നതിനും മറ്റുമൊക്കെ. അപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള രീതിയിൽ നിങ്ങൾ പെരുമാറണം. 2005 സുപ്രീം കോടതി വിധിയുണ്ട്, ഇത് നടപ്പിലാക്കിയിട്ടില്ല. അപ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ നോക്കൂ കോളാമ്പി മൈക്കുകളുണ്ട്. അതെ അതെ, അപ്പോൾ അത് നടപ്പിലാക്കണം. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ റോഡിലുള്ള ഈ പൊതു പശ്ചിമ ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും. കാര്യം അവിടെ ഈ ഒരു വിഷയമുണ്ട്. ഇപ്പം നമ്മളിവിടെ വരുന്ന ബംഗാളികളോടൊക്കെ നമ്മൾക്ക് അറിയാവുന്ന മുറി ഹിന്ദിയിൽ സംസാരിക്കുമ്പോഴത്തേക്ക് ബംഗാളിൽ അവരുടെ ഇതിൽ നിന്ന് കിട്ടുന്ന അവരുടെ പുഴുക്കൾ പോലെയാണ് അവിടെ ജീവിക്കുന്നത്. മനസ്സിലായില്ലേ? അവരിവിടെ വന്നിട്ട് അവർ തിരിച്ചു പോകുന്നില്ല ബംഗാളികൾ. ബാക്കി എല്ലാവരും ഈ പറഞ്ഞതുപോലെ തമിഴരെല്ലാം പോയി. ഇപ്പൊ ഒരു രാവിലെ ഒരു ജോലിക്കൊരു തമിഴിനെ വിളിക്കാൻ കിട്ടില്ല. തമിഴ് പണിക്കാർ പറയും പാണ്ടികൾ, ഒരു പാണ്ടികളെ ഏതെങ്കിലും ഒരു പാണ്ടിയോ അല്ലെങ്കിൽ തമിഴിനെ വിളിച്ചോണ്ടിരാൻ പറയും. ആരുമില്ല, ഇപ്പൊ കിട്ടത്തില്ല. അവർക്കെല്ലാം അവരുടെ നാട്ടിൽ പണിയായി. ഇപ്പം ഒരു ബംഗാളി വിളിക്കുന്ന പറയുന്നത് അല്ലേ? അപ്പൊ ഈ ബംഗാളിക്ക് ഈ പറഞ്ഞ പോലെ കേരളം ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഒരു സ്വർഗമായിട്ടാണ് ഈ വരുന്ന ബംഗാളികൾ കാണുന്നത്. ഇവിടെ പലരും ഇവിടെ കല്യാണം കഴിച്ചിട്ട് താമസിച്ചു തുടങ്ങുന്ന ഒരു നമ്മുടെ കേരളത്തിന്റെ തന്നെ സാമൂഹിക അവസ്ഥയിൽ ഒരു മാറ്റം വരുന്നുണ്ട്. മലയാളി പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്ന ധാരാളം പിന്നെ ഈ ബംഗാളി യുവാക്കളുണ്ട് ഇപ്പോൾ ഇവിടെ. താരതമ്യേന സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരൊക്കെ ആയിരിക്കാം. പക്ഷെ എങ്കിലും അവരുടെ ആ പിന്നോക്കാവസ്ഥ പോലും ഇയാൾക്ക് ഈ ബംഗാളിൽ നിന്ന് വരുന്ന വ്യക്തിക്ക് ഒരു കൊട്ടാര സദൃശമായ ജീവിതമാണ് ഇവിടെ ഓഫർ ചെയ്യുന്നത്. അപ്പം ഈ രീതിയിലുള്ള ഒരു സംഗതിയാണ് ബംഗാളിലെ സാമൂഹികാവസ്ഥ അങ്ങേയറ്റം പരിതാപകരം. ഇന്ത്യയിൽ ഒരു പക്ഷേ ഇത്രയും അധികം ദുരിതത്തിൽ കഴിയുന്ന ഒരു ജനവിഭാഗം വേറെ ഉണ്ടോ എന്ന് സംശയം. നമ്മൾ ബീഹാറിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അതിലും പരിതാപകരമായ ഒരു അവസ്ഥയാണ് ബംഗാൾ കടന്നു പോകുന്നത്. മാത്രമല്ല CPM-ന്റെ സംഭാവന വളരെ വലുതാണ്, വളരെ വലിയ സംഭാവനയാണ്. CPM എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം തോന്നുന്നു. ബംഗാളിലെ പോലെ ഇത്രയും വലിയ പാരമ്പര്യമുള്ള ഒരു സംസ്കാരത്തെ നശിപ്പിച്ചു. സംസ്കാരവും പ്രസ്ഥാനവും എല്ലാം. അപ്പൊ അവിടുത്തെ ഉള്ള ഈ മതപ്രശ്നം മാത്രമല്ല, ജനങ്ങൾ വിങ്ങിപ്പൊട്ടി നിൽക്കുകയാണ്. കാരണം ലോകം മാറുന്നതൊക്കെ അവർ കാണുന്നുണ്ട്, ചുറ്റുപാടും കാണുന്നുണ്ട്, ലോകത്തിലെ മുഴുവൻ മാറ്റങ്ങളും കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ കേരളത്തിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് അവർ BJP വിജയിപ്പിച്ചത്. അതെ, തീർച്ചയായും ജയിപ്പിക്കാനുള്ള കാരണം അത് തന്നെയാണ്. കാരണം അവിടെയും ഈ ഡിവൈഡ് വന്നു കഴിഞ്ഞു. അവിടെയും ഈ സാമൂഹിക സമ്മർദ്ദം സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി. അവിടെ നമ്മൾ 1952 സെൻസസ് എടുത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അവിടുത്തെ മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്നത് 12%, 22% വേണ്ടതാണ്. ഇപ്പോൾ അത് 2011 വെച്ച് നോക്കുമ്പോഴത്തേക്ക് 27% കഴിഞ്ഞു. 35 വരെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു വർധനയുണ്ട്. അപ്പോൾ അതൊരു ഒരു പാരൽ പിന്നെ ഡെമോഗ്രഫിയിൽ ഒരു സമാന്തരമായ ഒരു രണ്ട് ജനതയായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ആ ഒരു സന്ദർഭത്തിൽ സംഘർഷം ഒഴിവാക്കാനുള്ള ഒരു രീതിയിലുള്ള ഒരു സമീപനം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വരണം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ അത് വളരെയധികം കുലങ്കഷമായി ചിന്തിച്ച് BJPക്ക് പിന്മാറാൻ പറ്റില്ല. നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കുമെന്ന് പറഞ്ഞിട്ടാണ് സർക്കാർ പുറത്താക്കണം. ആസാമിൽ ചെയ്യുന്നതാണ്. ഒരു രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് ഈ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യക്കാരില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ എസ്റ്റാബ്ലിഷ്ഡ് നിയമം ഉണ്ടല്ലോ. ആസാമിൽ നോക്കൂ, ഹിമന്ത പറയുന്നത് മിയാ മുസ്ലിങ്ങളെ ചവിട്ടി പുറത്താക്കണം. അവൻ്റെ ഓടിക്കുന്ന വണ്ടിയെ കയറിയാൽ അവൻ 5 രൂപ കുറച്ചേ കൊടുക്കാവുള്ളൂ. അങ്ങനെ കൂലി കിട്ടാൻ വരുമ്പോൾ അവൻ പൊക്കോടും. അതുകൂടാതെ മിയാ മുസ്ലിമിൻ്റെ നേരെ തോക്ക് ചൂട്ടുന്ന ചിത്രം അദ്ദേഹം പോസ്റ്റ് ചെയ്തു. അല്ല, അതിനോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ തന്നെയാണെങ്കിലും നമ്മുടെ എല്ലാം സുരക്ഷിതത്വം ഇരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ നിയമവ്യവസ്ഥയിലാണ്, അല്ലേ? അപ്പോൾ അതിനോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. അവിടെയൊക്കെയാണ് ഈ അപകടം സംഭവിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെയാണ് ഇപ്പോൾ എനിക്ക് അതിന് ഒരു വഴി മാത്രമല്ല, അതൊരു വിഷയമാണ്, അതൊരു ദേശീയ വിഷയം. കാരണം അവിടെ നമ്മൾ അസാം ഗണപരിഷത്ത് എന്ന് പറയുന്ന സംഘടന ഉണ്ടായത് തന്നെ അവിടുത്തെ ഡെമോഗ്രാഫിയെ മാറ്റാൻ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന കുടിയേറ്റക്കാർ വന്നിട്ട് അവിടുത്തെ ഭൂമി തട്ടിയെടുക്കുന്നു. എനിക്കറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു കഥയുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിന് ആസാമിൽ വലിയ തോട്ടങ്ങളുണ്ട്, തേയിലത്തോട്ടങ്ങൾ. ഒരു ദിവസം പ്രാവശ്യം നോക്കുമ്പോൾ 100 കണക്കിന് ആളുകൾ വന്ന് തോട്ടത്തിൽ കയറിയ കുടിൽ കെട്ടി താമസിക്കുകയാണ്. ഒരു രക്ഷയില്ല, ആ തോട്ടം മുഴുവൻ പോയി. സർക്കാർ മുഴുവൻ അത് അനുകൂലം. അങ്ങനെ അവരുടെ തേയിലത്തോട്ടം ഉണ്ടായിരുന്ന, എൻ്റെ കൊച്ചിയിലെ സുഹൃത്ത് പറഞ്ഞാണ്, തേയിലത്തോട്ടം ഉണ്ടായിരുന്ന അയാൾക്ക് അയാളുടെ വീടും കോമ്പൗണ്ട് വാളും കെട്ടിയ വീട് മാത്രമായിട്ട് മാറി.
എൻ്റെ 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 ബ്രദർ ഉം. റബ്ബർ ബോർഡിലായിരുന്നു. അപ്പോൾ അവരുടെ ഓഫീസറായിരുന്നു. അപ്പോൾ അവർക്ക് ഒരു കമ്പൽസറി നോർത്ത് ഈസ്റ്റ് സർവീസ് ഉണ്ടായിരുന്നു, സർവീസിലുണ്ടായിരുന്ന സമയത്ത്. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ജോലിക്ക് വരുന്നത് രാവിലെ ബംഗ്ലാദേശിൽ നിന്ന് വന്നിട്ട് ജോലി ചെയ്തിട്ട് ജോലി ചെയ്തിട്ട് തിരിച്ച് ബംഗ്ലാദേശിലേക്ക് പോകും. ഉം. കാര്യം അവിടെ അവരാണ് കൂടുതൽ കിട്ടുക. അപ്പോൾ അവിടെ നമ്മൾ ഈ കാണുന്നത് പോലുള്ള ബോർഡറും ഉള്ള സംഗതികളൊന്നും ഒന്നാമത്തെ കാര്യം നമ്മുടെ ഈ ബംഗ്ലാദേശിൻ്റെ 3400 കിലോമീറ്റർ നീളത്തിലാണ് കിടക്കുന്ന സാധനം. വെയിൽ കെട്ടാൻ പറ്റാത്ത സ്ഥലമൊക്കെ ഉണ്ട്. സ്ഥലമുണ്ട്. അത് ഇതുവരെ നമുക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. പാകിസ്ഥാനിലണക്കുള്ള നമ്മുടെ ശ്രദ്ധ മുഴുവൻ പടിഞ്ഞാറൻ അതിർത്തിയിലായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ അതുപോലെ ശ്രദ്ധ ഈ കിഴക്കൻ അതിർത്തിയിലും വേണ്ടി വന്നിരിക്കുകയായിരിക്കും. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഈ ബംഗാളിലെ വിഷയം അത് കൈകാര്യം ചെയ്യേണ്ടത് പൊളിറ്റിക്കലായിട്ടും അതോടൊപ്പം ഭരണപരമായിട്ട് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലും പരിഹരിക്കേണ്ട ഒരു വിഷയമാണ്. രാജീവ് ഗാന്ധിയുടെ കാലത്ത് ആസാം അക്കോർഡ് ഒപ്പുവെച്ചതാണ്. അതെ, അത് നടപ്പായില്ല. അല്ല, ഇപ്പോൾ ഞാൻ പറഞ്ഞത് സുവേന്ദു അധികാരത്തിൽ വന്ന സ്ഥിതിക്ക് ഈ കോൺഫ്ലിക്റ്റ് എങ്ങനെ ഒഴിവാക്കിക്കൊണ്ട് ഈ പ്രശ്നത്തെ പരിഹരിക്കാമെന്നുള്ള ഒരു ചിന്തയിലേക്ക് കിടക്കുകയാണ് വേണ്ടത്. അതല്ല എന്നുണ്ടെങ്കിൽ ബംഗാളിൽ ഇത് കത്തി എരിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പിടിക്കുന്നത് നിൽക്കത്തില്ല സാധനം. അവിടെയാണ് ഇതിൻ്റെ ഒരു അപകടം കിടക്കുന്നത്. നമ്മൾ ഈ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഉണ്ടായ ഒരു കാരണം ബംഗാളി ജനതയുടെ ഒരു വൈകാരികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളി പോലെയല്ല. അല്ല, ബംഗാളി ജനതയുടെ വൈകാരികത നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കണമെന്നുള്ളതാണ്. അതെ, അതുകൊണ്ടാണ് BJP ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ. BJP പോലും വിചാരിച്ചിരുന്നില്ല ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടുമെന്ന്, അല്ലേ? മമത സ്വപ്നത്തിലും വിചാരിച്ചില്ല ഇത്രയും വലിയ അടി കിട്ടും എന്നുള്ള കാര്യം. കാര്യം മമത പോലും ജയിച്ചില്ല. അതെ. അപ്പോൾ ആ ഒരു സംഗതി വരുന്ന വെച്ചാൽ അത്രയും ഒരു സെന്റിമെന്റ്സ് ഇപ്പോൾ അവിടെ കത്തി നിൽക്കുകയാണ് ചെയ്യുന്നത്. ആ കത്തി നിൽക്കുന്നതിൽ ഈ പറഞ്ഞതുപോലെ അവിടെ ഇപ്പം മുസ്ലിം സമുദായം തങ്ങൾ ഭീതിയിലാണ് എന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. അതിനകത്ത് മുസ്ലിമുകളാണോ ബംഗ്ലാദേശി ബംഗ്ലാദേശ് അപ്പം രണ്ടായാലും ഇത് ഇപ്പം ഈ പിന്നെ മറ്റേ പാർക്ക് സെൻട്രലിലേക്ക് വന്നിരിക്കുന്ന ഈ ഒരു പ്രതിഷേധം എന്നൊക്കെ പറയുമ്പോൾ പാർക്ക് സർക്കസിൽ വന്നിരിക്കുന്ന ഈ പ്രതിഷേധം എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ അവിടുത്തെ ജനത തിരിച്ചറിയുന്നത് രണ്ട് വിഭാഗമായിട്ടാണ് വരുന്നത്. ഒരു വർഗീയമായ മതവിഷയമായിട്ട് മാറുകയാണ്. അപ്പം ഈ കുടിയേറ്റ പ്രശ്നത്തിനെ മതവിഷയമാക്കി മാറ്റുന്നതിന് സ്വാഭാവികമായിട്ടും അവിടെ മതവിഷയമാണെങ്കിൽ അതിന് നിയമപരമായൊരു ബാക്കിംഗ് ഇല്ല. ഞാൻ പറഞ്ഞത് പൊതുനിരത്തിൽ ഞങ്ങൾ നമസ്കരിക്കും, റോഡ് ബ്ലോക്ക് ചെയ്ത് ഞങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ നിസ്കാരം നടത്തും, അതുവരെ ഗതാഗതം നിശ്ചലമാവണം, ജീവിതം നിശ്ചലമാവണം എന്ന് പറഞ്ഞാൽ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? അല്ല, അവിടെയാണ് സുവേന്ദു അധികാരിയുടെ ഒരു BJPയുടെ ഒരു മാസ്റ്റർ സ്ട്രോക്ക് വേണ്ട അവിടെയാണ്. ഉദാഹരണത്തിന് ഇതൊരു കുടിയേറ്റ വിഷയം. നറേറ്റീവ്സ് ആണല്ലോ ലോകത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട്. ഇപ്പോൾ ഇവിടെ ഒരു കുടിയേറ്റ വിഷയമാണ്, അനധികൃത മുസ്ലിം കുടിയേറ്റക്കാരുടെ വിഷയമുണ്ട്. അതിന് ഒരു മതവിഷയമാക്കി മതസ്പർദ്ധ ഉണ്ടാക്കി അതിലേക്ക് മാറാതെ നോക്കേണ്ട ഉത്തരവാദിത്വം ഭരണകൂടത്തിനുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പറയാം. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന തലത്തിലേക്കൊന്നും ഇത് പോകില്ല. ഇപ്പം തന്നെ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഫോടനാത്മകമായ ഒരു അന്തരീക്ഷമാണ്. ഏതായാലും 40 കമ്പനി സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിനെ വേണമെന്ന് സുവേന്ദു അധികാരി ആവശ്യപ്പെട്ടിരിക്കുക. കാരണം ഇലക്ഷൻ കഴിഞ്ഞിട്ട് കേന്ദ്രസേന തിരിച്ചു പോരുന്നു ഭൂരിഭാഗവും. അത് പോരാ, 40 കമ്പനി അഡീഷണൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പം നേരിടാനാണ് സുവേന്ദു. തീർച്ചയായിട്ടും അതാണ് ഈ പറഞ്ഞതുപോലെ എങ്ങനെ അതിൻ്റെ വരും ദിവസങ്ങളിൽ അത് എങ്ങനെ വികസിക്കും എന്നുള്ളത് നമുക്കറിയില്ല. കാത്തിരിക്കാം.